ഹലോ നമസ്കാരം, എൻ്റെ പേര് അപർണയാണ്. ഇതെൻ്റെ ചാനലാണ് ടാരോ വാരിയർ മലയാളം. എല്ലാവർക്കും ഈ ചാനലിൽ വെൽക്കം. ഇന്ന് ഞാൻ ക്യാൻസറിന് വേണ്ടിയിട്ട് മന്ത്ലി ജൂൺ റീഡിംഗ് ആണ് ചെയ്യാൻ വന്നിരിക്കുന്നത്. ഇതൊരു ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് എല്ലാവർക്കും എല്ലാ മെസ്സേജസ് റെസൊനേറ്റ് ആവില്ല. റെസൊനേറ്റ് ആവണ മെസ്സേജസ് എടുക്കുക, റെസൊനേറ്റ് ആവാത്ത മെസ്സേജസ് ലെറ്റ് ഗോ ചെയ്യുക. നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ല വെച്ചാൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, വീഡിയോസിനെ കമൻറ്റ് ചെയ്യുക. ഇത് ചെയ്യുമ്പോൾ എനിക്ക് നിങ്ങളുടെ എനർജി ടാപ്പ് ചെയ്യാൻ പറ്റും. ആൻഡ് എനർജി ടാപ്പ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ വീഡിയോസ് കൂടുതൽ റെസൊനേറ്റ് ആവും. അപ്പോൾ ഇത് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ്, ലൈക്ക്, കോമെൻറ്റ്. അതല്ലാണ്ട് പേഴ്സണലായിട്ട് റീഡിംഗ് നിങ്ങൾക്ക് ബുക്ക് ചെയ്യണം വെച്ചാൽ നിങ്ങൾക്ക് ബുക്ക് ചെയ്യാം. പേഴ്സണൽ റീഡിങ്സ് പെയ്ഡ് റീഡിങ്സ് ആണ്, പക്ഷെ അത് നിങ്ങളുടെ സിറ്റുവേഷൻ, നിങ്ങളുടെ എനർജി ടാപ്പ് ചെയ്തിട്ടാണ്. അപ്പോൾ അത് കൂടുതൽ റെസൊനേറ്റ് ചെയ്യും. കോൺടാക്റ്റ് ചെയ്യാൻ എൻ്റെ ഡീറ്റെയിൽസൊക്കെ സ്ക്രീനിലുണ്ട്, ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് എന്നെ കോൺടാക്റ്റ് ചെയ്യാം. അപ്പോൾ ഇപ്പോൾ നമ്മൾക്ക് നിങ്ങളുടെ മന്ത്ലി റീഡിങ്ങിലേക്ക് ചെല്ലാം. എന്താണ് അവിടെ മെസ്സേജസ് പറയണമെന്ന് നമ്മൾക്ക് റീഡിങ്ങിൽ കാണാം. അപ്പോൾ ക്യാൻസർ നിങ്ങളുടെ ജൂൺ മാസത്തിൻ്റെ എന്താണ് മെസ്സേജസ് എന്ന് നമ്മൾക്ക് നോക്കാം. ഓവറോൾ എനർജി നിങ്ങളുടെയാണ് 5 of Pentacles. പാസ്റ്റിൽ സൺ. കറണ്ട് എനർജി നിങ്ങളുടെ 6 of Cups. ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് ഹൈ പ്രീസ്റ്റസ്. ചാലഞ്ച് നിങ്ങൾക്ക് വേണ്ടിയിട്ട് 10 of Wands. അഡ്വൈസ് നിങ്ങളുടെ കിങ് ഓഫ് സോഡ്സ്. സർപ്രൈസ് ഫാക്ടർ നിങ്ങളുടെ 2 of Cups ആണ്. ഔട്ട്കം നിങ്ങളുടെ ഈ കാർഡ്. അപ്പോൾ 5 of Pentacles ആണ് ക്യാൻസർ നിങ്ങളുടെ ഓവറോൾ എനർജി. ഇതൊരു ലോസിൻ്റെ എനർജിയാണ്, റിജക്ഷൻ്റെ എനർജിയാണ്. ഈ സമയത്ത് നിങ്ങൾ അത്ര കോൺഫിഡൻ്റ് ആയി ഫീൽ ആവണില്ല. നിങ്ങളുടെ ഒരു സിറ്റുവേഷനിൽ എന്തോ ഒരു റിജക്ഷൻ ഉണ്ടായി. ഇതൊരു ജോലി സിറ്റുവേഷൻ ആവാം, അതല്ല വെച്ചാൽ ഒരു ജോബിൽ റിജക്ഷൻ ആവാം, ഒരു റിലേഷൻഷിപ്പിൽ റിജക്ഷൻ ആവാം, അതല്ല വെച്ചാൽ ഇതൊരു ഫിനാൻഷ്യൽ ലോസും ആവാം. നിങ്ങൾക്ക് ഇപ്പോൾ ഇടയ്ക്ക് ഒരു ഫിനാൻഷ്യലി ലോസ് ഉണ്ടായി, അതുകൊണ്ട് നിങ്ങൾ കുറേ ലോ ആയി ഫീൽ ചെയ്യണു, അതും ആവാം. അപ്പോൾ ഈ 5 of Pentacles എന്താണ് ഇവിടെ? 2 of Wands ആണ്. അപ്പോൾ 2 of Wands ഒരു പ്ലാനിങ് എനർജിയാണ്. നിങ്ങളുടെ എന്തോ ഒരു പ്ലാൻ വർക്കൗട്ട് ആയിട്ടില്ല. നിങ്ങളെന്തോ കുറേ സമയം പ്ലാൻ ചെയ്തുകൊണ്ടിരുന്നു, അത് പക്ഷേ ശരിയായി പോയില്ല, അത് മുമ്പോട്ട് പോയില്ല. ഇപ്പോൾ നിങ്ങൾക്ക് ആദ്യം എന്താ വേണ്ടതെന്ന് തീരുമാനിക്കണം. എന്താ വെച്ചാൽ ഇവിടെ ഇപ്പോൾ ഫ്യൂച്ചർ എന്താ വേണ്ടത്, ഇപ്പോൾ നെക്സ്റ്റ് ആക്ഷൻ നിങ്ങൾ എന്താ എടുക്കാൻ പോണേ, അതൊക്കെയാണ് നിങ്ങൾ ഈ മാസം ഫോക്കസ് ചെയ്യാൻ പോണത്. 3 of Pentacles ഒരു കമ്മ്യൂണിറ്റിയുടെ എനർജിയാണ്, ഫാമിലിയുടെ എനർജിയാണ്, ഒരു വർക്ക് റിലേറ്റഡ് എനർജിയും ആവാം. ഓക്കെ, അപ്പോൾ സൺ ആണ് നിങ്ങളുടെ പാസ്റ്റിൽ ലിയോ എനർജി. അപ്പോൾ ഈ സൺ ഹാപ്പിനെസ്സിൻ്റെ എനർജിയാണ്, അബണ്ടൻസിൻ്റെ എനർജിയാണ്. എന്തോ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾക്ക് കുറേ ഹോപ്പ് ഉണ്ടായിരുന്നു. ഓക്കെ, പക്ഷേ അതിൽ ചില ചാലഞ്ചസ് ഉണ്ടായി, ചില ബ്ലോക്സ് ഉണ്ടായി. നിങ്ങളൊരു ലിയോയുടെ കൂടെ ആയിരുന്നു ഡീൽ ചെയ്യണ്ടായിരുന്നു വെച്ചാൽ ആ സിറ്റുവേഷനിൽ ഒരു സെപ്പറേഷൻ ഞാൻ കാണുന്നുണ്ട്. ഏതോ ഒരു പേഴ്സൻ്റെ കൂടെ ഒരു സെപ്പറേഷൻ. അതിൻ്റെ കാരണം നിങ്ങൾ ഇപ്പോൾ ഒരു നോ കോൺടാക്റ്റിലായിരിക്കാം, അല്ലച്ചാൽ നിങ്ങൾ രണ്ടാളുടെയും ഇടയ്ക്ക് എന്തോ ഒരു സെപ്പറേഷൻ ഉണ്ടായതുകൊണ്ട് നിങ്ങൾ ഈ പേഴ്സണെ കുറേ മിസ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ഈ റിലേഷൻഷിപ്പിൽ ഒരു റീകൺസിലിയേഷൻ വേണം എന്നുണ്ട്. ചിലപ്പോൾ ഈ പേഴ്സൺ റീകൺസൈൽ ചെയ്യാൻ നിങ്ങളെ മെസ്സേജ് ചെയ്യുന്നുണ്ടാവും. മെജിഷ്യൻ കാർഡാണ് ഇവിടെ. നിങ്ങളത് മാനിഫെസ്റ്റാണ് ചെയ്യണത്. ഈ പേഴ്സൺ എന്നെ മെസ്സേജ് ചെയ്യണം എന്ന് മാനിഫെസ്റ്റ് ചെയ്യണു. അപ്പോൾ ഇവിടെ 7 of Swords ആണ് ഞാൻ കാണുന്നത്. 7 of Swords ഒരു മാനിപ്പുലേഷൻ്റെ എനർജിയാണ്. അപ്പോൾ കുറച്ച് സൂക്ഷിക്കണം. എന്നുവെച്ചാൽ ഈ പേഴ്സൺ തിരിച്ചു വരേണ്ട, നിങ്ങളുടെ ലൈഫിൽ തിരിച്ചു വരേണ്ട വെച്ചാൽ എന്തോ അവർ നിങ്ങളോട് കംപ്ലീറ്റ്ലി ഒന്നും പറഞ്ഞ ചില കാര്യങ്ങൾ അവർ നിങ്ങളോട് തുറന്ന് പറയണില്ല. ഓക്കെ, അപ്പോൾ 7 of Swords ഒരു ഡിസെപ്ഷൻ്റെ എനർജിയാണ്. അവർ ഇപ്പോഴും എന്തോ ഒരു ഫുള്ളി നിങ്ങളോട് കാര്യങ്ങൾ സംസാരിക്കണില്ല, പറയണില്ല, ഡിസ്കസ് ചെയ്യണില്ല, എന്തോ ഒളിപ്പിക്കുന്നുണ്ട്. അങ്ങനത്തെ എനർജിയാണ് ഞാനിവിടെ കാണുന്നത്. അതല്ല വെച്ചാൽ ഇത് നിങ്ങളുടെ സെൽഫ് സാബോട്ടാജിങ് എനർജി ആയിരിക്കാം. എന്ന് വെച്ചാൽ നിങ്ങൾക്കറിയാം ഈ പേഴ്സൺ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ശരിയല്ലാന്ന്. അതുണ്ടായിട്ടും നിങ്ങൾക്ക് അറിഞ്ഞിട്ടും നിങ്ങൾക്ക് ഈ പേഴ്സൻ്റെ കൂടെ റീകൺസൈൽ ചെയ്യണം വെച്ചാൽ അതൊരു സെൽഫ് സാബോട്ടാജാണ്. നിങ്ങൾക്കറിയാം അത് വർക്കൗട്ട് ചെയ്യില്ല എന്ന്.
അത് അറിഞ്ഞിട്ടും നിങ്ങൾ ഈ പേഴ്സൻ്റെ കൂടെ ആദ്യം തിരിച്ചൊരു റിലേഷൻഷിപ്പിൽ പോയാൽ അതൊരു സെൽഫ് സാബോട്ടാജിങ് എനർജിയാണ്. അപ്പോൾ ഹൈ പ്രീസ്റ്റസ് ആണ് നിങ്ങളുടെ ഫ്യൂച്ചറിൽ പൈസീസ് എനർജി. എന്താണ് ഈ ഹൈ പ്രീസ്റ്റസ്? സ്ട്രെങ്ത്. അപ്പോൾ നിങ്ങൾക്കിത് മനസ്സിലാവുണ്ട് എന്തോ ഈ പേഴ്സൺ ശരിയല്ല എന്ന് നിങ്ങൾക്കിവിടെ ഒരു റിയലൈസേഷൻ ഉണ്ടാവണു. അപ്പോൾ നിങ്ങൾ തന്നെ ഈ പേഴ്സൻ്റെ അടുത്തുനിന്ന് ആദ്യം സെപ്പറേഷനിൽ ഞാൻ കാണുന്നത് ഫ്യൂച്ചറിൽ നിങ്ങളൊരു സെപ്പറേഷനിലേക്കാണ് പോണത്. ഓക്കെ, ഈ സിറ്റുവേഷനിൽ എന്ന് വെച്ചാൽ ഇതിൽ നിങ്ങൾക്ക് കുറേ ഒരു ഇന്നർ സ്ട്രെങ്ത് വേണം ഈ ഡിസിഷൻ എടുക്കാൻ. ഇത് ഈസി അല്ല നിങ്ങൾക്ക് വേണ്ടിയിട്ട്. ഈ ഡിസിഷൻ എടുക്കണത് ഒരു ഈസി ചോയ്സ് അല്ല നിങ്ങൾക്ക്. ഇവിടെ ഫയർ സൈൻ ഉണ്ട്, ഏരീസ്, ലിയോ, സാജിറ്റേറിയസ്. അപ്പോൾ നിങ്ങളും ഈ പേഴ്സൻ്റെ അടുക്കെ കുറേ പാഷൻ ഉണ്ട്. പക്ഷേ ഈ സിറ്റുവേഷനിൽ നിങ്ങൾ തന്നെ ഈ പേഴ്സൻ്റെ അടുത്തുനിന്ന് സെപ്പറേറ്റ് ആവണു. എന്നുവെച്ചാൽ നിങ്ങൾക്ക് മനസ്സിലായി അത് ഈ പേഴ്സൺ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ശരിയല്ല എന്ന്. അപ്പോൾ ഇവിടെ 10 of Wands ആണ് നിങ്ങളുടെ ചാലഞ്ച്. നിങ്ങളുടെ ഏറ്റവും വലിയ ചാലഞ്ച് ഇത് തന്നെയാണ്. അത് നിങ്ങൾ ഒരു റിലേഷൻഷിപ്പിൽ കുറേ ട്രൈ ചെയ്തുകൊണ്ടിരുന്നു. ഈ പേഴ്സൺ ചേഞ്ച് ചെയ്യുമെന്ന് നിങ്ങൾ ചേഞ്ച് ആവും, അവരുടെ ഉള്ളിലൊരു മാറ്റം വരും എന്ന് നിങ്ങൾ ഹോപ്പ് ചെയ്തു. പക്ഷേ ഈ സിറ്റുവേഷനിൽ നിങ്ങളെ എഫേർട്ട് ഇടുള്ളൂ, ആ പേഴ്സൻ്റെ സൈഡിൽ നിന്ന് എഫേർട്ട് ഇല്ല. അപ്പോൾ അതിനെ റിലീസ് ചെയ്യാൻ സമയമായിരിക്കണം. 4 swords ഉണ്ട് ഇവിടെ. ഓക്കെ, അപ്പോൾ 4 swords ഇവിടെ ആദ്യം ഒരു സെപ്പറേഷൻ്റെ എനർജിയാണ്. ഈ സെപ്പറേഷൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് കുറേ ഡിഫിക്കൾട്ടാണ്. ഈ പേഴ്സൺ കുറേ ഇമ്മെച്യോർ ടൈപ്പ് ഓഫ് പേഴ്സൺ ആണ്. ഓക്കെ, പേജ് ഓഫ് വോൺസ്. അതല്ല വെച്ചാൽ നിങ്ങളുടെ ഈ പേഴ്സൻ്റെ കൂടെ മാരേജ് ആയിട്ടുണ്ട് വെച്ചാൽ ഇവിടെ കുട്ടികളും ഉണ്ടാവാം. അതും ഒരു ചാലഞ്ചാണ്. എന്ന് വെച്ചാൽ നിങ്ങൾക്ക് കുട്ടികളുടെ കാര്യം മനസ്സിൽ വെച്ചിട്ട് വേണം ഒരു തീരുമാനം എടുക്കുക. അപ്പോൾ ഇവിടെ ഞാൻ കിങ് ഓഫ് സോഡ്സ് ആണ് കാണുന്നത് അഡ്വൈസായിട്ട്. അപ്പോൾ യൂണിവേഴ്സിനെ പറയണത് ഇവിടെ നിങ്ങൾക്ക് പ്രാക്ടിക്കലായിട്ട് വേണം ചിന്തിക്കാൻ, പ്രാക്ടിക്കലായിട്ട് വേണം ഡിസിഷൻസ് എടുക്കാൻ. അത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ല വെച്ചാൽ ഒരു ലോയറുടെ ഹെൽപ്പ് എടുക്കുക. അതല്ല വെച്ചാൽ ഒരു ഡോക്ടർ, കൗൺസിലർ, ഇല്ല വെച്ചാൽ ഫാമിലിയിൽ തന്നെ വേറെ ആരെങ്കിലും നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റുമെങ്കിൽ അവരുടെ ഹെൽപ്പ് എടുക്കുക. എന്നുവെച്ചാൽ ഈ പേഴ്സൻ്റെ എനർജി കുറേ ടോക്സിക് ആണ്. അവരുടെ ഉള്ളിൽ അവരുടെ പിന്നെ ചില അഡിക്ഷൻസും ഉണ്ടാവും. ഈ കുറേ കുടി, സ്മോക്കിംഗ്, പിന്നെ ഈ എന്താ പറയുക ഗാംബ്ലിങ് ഇഷ്യൂ, അങ്ങനത്തെ എന്തെങ്കിലും അഡിക്ഷൻസ് ഉണ്ട് വെച്ചാൽ അതും നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ എഫക്റ്റ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു പ്രൊഫഷണലുടെ ഹെൽപ്പ് എടുക്കാം നിങ്ങൾക്ക്. 3 of Wands ആണ് ഇവിടെ. അപ്പോൾ 3 of Wands ഒരു പേഷ്യൻസിൻ്റെ എനർജിയാണ്. എല്ലാം ശരിയാവും എന്നാണ് യൂണിവേഴ്സ് ഇവിടെ പറയണത്. 2 of Cups ആണ് നിങ്ങളുടെ ഹിഡൻ ഫാക്ടറിൽ. അപ്പോൾ 2 of Cups ഇവിടെ ലവിൻ്റെ എനർജിയാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ 2 സൈഡിനും ലവ് ഉണ്ട്. പക്ഷേ ഈ സിറ്റുവേഷനിൽ എന്തോ ഇപ്പോൾ നിങ്ങൾക്ക് ലെറ്റ് ഗോ ചെയ്യാനുള്ള സമയമായിരിക്കണം. എന്നുവെച്ചാൽ ചിലപ്പോൾ എന്താ ആവണമെന്ന് വെച്ചാൽ ലവ് മാത്രം ഉണ്ടായിട്ട് കാര്യമില്ല. 2 സൈഡിനും പാർട്ട്നേഴ്സ് ഒരുമിച്ച് ഒരു റിലേഷൻഷിപ്പിൽ എഫേർട്ട് ഇട്ടാലേ അത് വർക്കാവുള്ളൂ. ആൻഡ് പ്രാക്ടിക്കൽ കാര്യങ്ങൾ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ലവും അതൊക്കെ വെച്ചിട്ട് നമ്മൾക്ക് ജീവിതം ജീവിക്കാൻ പറ്റില്ല പറഞ്ഞാൽ അത് വേണം. പക്ഷേ മറ്റേ കാര്യങ്ങൾ, പ്രാക്ടിക്കലായ കാര്യങ്ങളും ഇമ്പോർട്ടൻ്റ് ആണ്. ഇവിടെ ഈ പേഴ്സൻ്റെ ബിഹേവിയറിൽ ഒരു ചേഞ്ച് ഇല്ല, ഒരു മാറ്റം ഇല്ല വെച്ചാൽ നിങ്ങൾക്ക് പിന്നെ ഒരു ഡിസിഷൻ എടുക്കാനുള്ള സമയമായിരിക്കണം. ഇവിടെ കുറേ ഇമോഷൻസ് ഉണ്ട്. അപ്പോൾ ഈ മാസം ഇമോഷണൽ മന്താണ് നിങ്ങൾക്ക്. പക്ഷേ കുറേ ഫിയർ ഉണ്ട്, നിങ്ങൾക്ക് കുറേ ആങ്സൈറ്റി ഉണ്ട്. അതുകൊണ്ടും നിങ്ങൾക്കൊരു തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല. എന്ന് വെച്ചാൽ നിങ്ങൾ ഇമോഷണലി ഈ പേഴ്സൻ്റെ കൂടെ കുറേ കണക്റ്റഡ് ആണ്. പക്ഷേ ഇമോഷൻസ് സൈഡിൽ വെച്ചിട്ട് വേണം ഒരു പ്രാക്ടിക്കലായി ഡിസിഷൻസ് എടുക്കുക. ഹൈറോഫാണ്ടാണ് ഔട്ട്കം. അപ്പോൾ ഹൈറോഫാണ്ട് ഒരു മാരേജിൻ്റെ എനർജിയാണ്, ട്രഡീഷൻസിൻ്റെ എനർജിയാണ്. നിങ്ങളുടെ ഫാമിലി, നിങ്ങളുടെ സൊസൈറ്റി അതൊക്കെ വിചാരിച്ചിട്ടുമായിരിക്കും നിങ്ങളൊരു ഡിസിഷൻ എടുക്കാത്തത്. 9 of Pentacles ഉണ്ട് ഇവിടെ ഒരു സിംഗിൾ എനർജിയാണ് ഞാൻ കാണുന്നത്. അപ്പോൾ നിങ്ങൾ ഡെഫിനറ്റ്ലി ഒരു സിംഗിൾ ലൈഫിലേക്കാണ് പോണത്. ഇപ്പോൾ അങ്ങനെയാണ് നിങ്ങളുടെ ലൈഫിൽ ഒരു ബാലൻസ് വരുള്ളൂ. നിങ്ങൾ ആദ്യം ഈ റിലേഷൻഷിപ്പിൽ തിരിച്ച് ഈ പേഴ്സണെ എടുത്താൽ അത് ഒരു ഇംബാലൻസ്ഡ് റിലേഷൻഷിപ്പ് ആയിരിക്കും. ബാലൻസ് കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ ലൈഫിലൊരു പീസ്, ഹീലിംഗ് ഒക്കെ വരാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം വരെ അറ്റ്ലീസ്റ്റ് നിങ്ങൾക്കൊരു സിംഗിൾ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ജീവിക്കാൻ
തുടങ്ങണം. അതുമാത്രമല്ല ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസും ഞാനിവിടെ കാണുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഫിനാൻഷ്യലിയും നിങ്ങൾ ഇൻഡിപെൻഡൻ്റ് അല്ല വെച്ചാൽ ആ കാര്യത്തിലും നിങ്ങൾക്ക് ഫോക്കസ് ചെയ്യേണ്ടി വരും. അപ്പോൾ എന്താണ് ഇവിടെ മെസ്സേജ് നിങ്ങൾക്ക്, ഓറക്കിൾ മെസ്സേജ്? അപ്പോൾ ഇവിടെ കുറേ അക്വേറിയസ്, ലീബ്ര, ജെമിനി എനർജി ഉണ്ട്, ഫയർ സൈൻ ഉണ്ട്, ഏരീസ്, ലിയോ, സാജിറ്റേറിയസ്, സ്പൈസീസ് ഉണ്ട്, ക്യാൻസർ ഉണ്ട്, ടോറസ് ഉണ്ട്, സറണ്ടർ ടു ദ ഡിവൈൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എല്ലാം ശരിയാവും എന്ന് വിശ്വസിക്കുക. ഞാൻ പറഞ്ഞ പോലെ ഇവിടെ എല്ലാം ശരിയാവും. പക്ഷേ ഒരു ഡിസിഷൻ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് എടുക്കാണ്ട് ആ തീരുമാനം എടുക്കാൻ കുറച്ചൊരു ഉള്ളിൽ പറഞ്ഞാൽ മനസ്സിൽ കുറച്ചൊരു സ്ട്രെങ്ത്ത് വെച്ചിട്ട് തന്നെ വേണം ആ ഡിസിഷൻ എടുക്കുക. ഓക്കെ, എന്നുവെച്ചാൽ അതൊരു ഈസി ഡിസിഷൻ അല്ല. പക്ഷേ ആ ഡിസിഷൻ എടുത്താൽ നിങ്ങൾക്ക് കുറേ സപ്പോർട്ട് ഉണ്ടാവും. അതാണ് ഇവിടെ യൂണിവേഴ്സ് പറയണത്. അപ്പോൾ ഇതാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് റീഡിങ്. ഐ ഹോപ്പ് ഇത് റെസനേറ്റ് ചെയ്തു ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പേഴ്സണൽ റീഡിങ്ങിന് വേണ്ടിയിട്ട് കോൺടാക്റ്റ് ചെയ്യാം. ഞാൻ തിരിച്ചു വരും വേറൊരു റീഡിങ് കൊണ്ടുവന്നാൽ. അതുവരെ ടേക്ക് കെയർ, ഓൾ ദ ബെസ്റ്റ്.